work for cleanliness. I will neither litter nor let others litter. I will initiate the quest for cleanness with myself, my family, my locality, my village, and my workplace. I believe that the countries of the world that appear clean. ഹലോ എവരിവൺ, ബേങ്കിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് കസാക്കിസ്ഥാനിലേക്കുള്ള ടൂറിലായിരുന്നു. കസാക്കിസ്ഥാനിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം രാത്രി എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് ഓർത്തത് ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ? ഞങ്ങൾ നേരെ പോയി ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിലേക്ക്. ഈ റെസ്റ്റോറൻറ്റ് ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ 17ാമത്തെ നിലയിലാണ്. നമുക്ക് ലിഫ്റ്റ് എടുത്തിട്ട് പോകാൻ പറ്റും, പക്ഷെ നമുക്ക് 16ാമത്തെ നില വരെ ലിഫ്റ്റിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഒരു ഫ്ലോർ നമ്മൾ നടന്നു കയറണം. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സ്ഥലം പണ്ട് KGBയുടെ ഓഫീസായിരുന്നു പോലും. ആരും പെട്ടെന്ന് കടന്ന് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ലാസ്റ്റ് ഫ്ലോറിന് ലിഫ്റ്റ് ആക്സസ് കൊടുക്കാതിരുന്നത്. ഈ ഫ്ലോറിലിരുന്ന് KGB ഏജൻസ് ശ്രദ്ധിക്കും ആരൊക്കെ എന്തൊക്കെയാണ് ഈ ഹോട്ടൽ മുറികൾക്ക് സംസാരിക്കുന്നത്, എവിടത്തേക്കൊക്കെയാണ് ഇവർ ഫോൺ വിളിക്കുന്നത്, ഫോണിൽ എന്താണ് ഇവർ സംസാരിക്കുന്നത്. ഈ ഹോട്ടൽ വളരെ ഹൈറ്റിലായതുകൊണ്ട് ഈ ഹോട്ടലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റീൻ്റെ ഒരു നല്ലൊരു ഏരിയൽ വ്യൂ കിട്ടും. എസ്പെഷ്യലി ഒരു വൈകുന്നേരത്തോ സന്ധ്യയ്ക്കോ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഹോട്ടലിൽ കാണാൻ പറ്റും. ഇതൊരു പ്രീമിയം റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ റെസ്റ്റോറൻ്റാണ്. കുറച്ച് ഓൾഡ് ഫർണിച്ചേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അവിടെ ഇവിടേക്കും. പിന്നെ നിങ്ങൾക്കൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ ആസ് യൂഷ്വൽ ഒരു ഉസ്ബെക്ക് ടീ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റമും പിന്നെ കുറച്ച് ബ്രെഡും ഓർഡർ ചെയ്തു. ഇതൊരു പ്രീമിയം റെസ്റ്റോറൻറ്റ് അല്ലെങ്കിലും മറ്റുള്ള റെസ്റ്റോറൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് കുറച്ചൊരു പ്രൈസി ആയിട്ട് തോന്നും. നമ്മളെ അവർ ചാർജ് ചെയ്തത് 1,26,000 സോമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇനി ഞങ്ങൾക്ക് ഒരു ദിവസം കൂടിയിട്ട് താഷ്കൻഡിൽ. ഇന്ന് ഒക്ടോബർ 2, നമ്മുടെ താഷ്കൻഡിലെ അവസാനത്തെ ദിവസം. നമ്മൾ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പേ നമുക്ക് ശാസ്ത്രി പാർക്ക് വിസിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ രാവിലെ നേരെ ശാസ്ത്രി പാർക്കിലേക്ക് പോയി. അവിടെ നമുക്ക് ഫുൾ കൺഫ്യൂഷനായി. കാരണം എന്ന് വെച്ചാൽ ആ ശാസ്ത്രി പാർക്കിൻ്റെ ശാസ്ത്രീൻ്റെ മോണമെൻ്റ് ആൾക്കാർ ക്ലീൻ ചെയ്യുന്നു. അത് മാത്രമല്ല അവിടെ കുറേ കൂട്ടിട്ട കുറേ ആൾക്കാരും. അപ്പോൾ ഞങ്ങളവരോട് ചോദിച്ചു ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റുമോ, ഈ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഒരു നോ പ്രോബ്ലം, നിങ്ങൾക്ക് പോകാൻ ഫോട്ടോ എടുക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ 2ാമത്തെ പ്രൈം മിനിസ്റ്റർ, 1964 മുതൽ 1966 വരെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ 119ാം ജന്മദിനമാണ്, ഒക്ടോബർ 2. അതിനോടനുബന്ധിച്ചിട്ടുള്ള സെലിബ്രേഷനാണ് ഇന്ന് നടക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിനെ കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളുണ്ടെങ്കിലും അദ്ദേഹം മരിച്ചത് ഈ താഷ്കൻഡിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോണമെൻ്റ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളും കൂടിയുണ്ട്, ശാസ്ത്രി സ്കൂൾ. ഞങ്ങളുടെ പ്ലാന് ശാസ്ത്രി പാർക്ക് കണ്ടിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പിലാവ് സെൻ്റർ ഉണ്ട്, അത് കാണണം. അതേപോലെ തന്നെ ചോർസു ബസാറിൽ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ഒരു ഉസ്ബെക്ക് ബ്രെഡ് ബേക്കിംഗ് ബേക്കറി ഉണ്ട്, അത് കാണണം. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്കാണ് നമ്മളുടെ ട്രെയിന് കീവയിലേക്ക്. പക്ഷെ ആ കോട്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് വന്ന ആൾക്കാർ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു കുറച്ച് നേരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, സെൻട്രൽ മിനിസ്റ്റർ എൽ മുരുകൻ വരുന്നുണ്ട്, ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയാൽ പോരെ. അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് വെറും ഒരു ഫോർമാലിറ്റിക്ക് ആയിരുന്നില്ല, അവർ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ഏതായാലും ആ ഫംഗ്ഷൻ ഏതായാലും കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ശാസ്ത്രിജീൻ്റെ ഈ മോണുമെൻ്റ് വെച്ചിട്ടുള്ള പാർക്ക് ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു പാർക്കിൽ തന്നെയാണ് ഉള്ളത്. ചുറ്റും മരങ്ങളും കുറേ പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ പാർക്ക്. മിനിസ്റ്റർ വന്നു, അദ്ദേഹം ശാസ്ത്രിജീൻ്റെ സ്റ്റാച്ചുവിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അതുപോലെ തന്നെ
എംബസിയിലുള്ള പല ആൾക്കാരും വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ചു. ഞങ്ങൾക്കും ചാൻസ് കിട്ടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ടുള്ള എല്ലാവരും സ്റ്റാച്യൂവിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അബ്സല്യൂട്ട്ലി ദെയർ വാസ് നോ ഹറി. നമ്മുടെ മിനിസ്റ്റർ അവസാനത്തെ ആളായ ഞാൻ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തു നിന്നു. വീഡിയോൻ്റെ ലെങ്ത് കൂടുതൽ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സോറി ഫോർ ദാറ്റ്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഷൻ്റെ അടുത്ത് പറയായിരുന്നു നമ്മൾക്ക് ഒരു വീഡിയോ കൂടി ഉണ്ടാക്കണം എക്സ്ക്ലൂസീവ്ലി ഈ ഇവൻറ്റിൻ്റെ, എന്നിട്ട് ഇന്ത്യൻ എംബസി താഷ്കണ്ടിന് അയച്ചു കൊടുക്കണമെന്ന്. അതേപോലെ തന്നെ ആ ഫോട്ടോഗ്രാഫർ ഞങ്ങളെ പരിചയപ്പെട്ടിരുന്നു. അയാൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് അയാൾ ഓഫ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഈ ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Friends, now Honorable Union Minister of State Dr. L. Murugan will read out the Swachhata pledge on this very important occasion of 2nd October when we are celebrating the birth anniversary of Father of the Nation Mahatma Gandhi and also late Prime Minister Lal Bahadur Shastri ji. We have gathered here in Tashkent and it is an honor for us that Swachhata pledge himself, Dr. L. Murugan, will administer to us. Swachhata pledge. Mahatma Gandhi. Dreamed of After this, we are all gathering at Lal Bahadur Shastri ji's statue at school number 24. Try to be together so that we all go in the kind of caravan. So in another 2-3 minutes we would leave, so we can just be prepared. പുഷ്പാർച്ചനയ്ക്കും സ്വച്ഛതാ പ്ലജിനും ശേഷം അടുത്ത പ്രോഗ്രാം താഷ്കണ്ടിലുള്ള ശാസ്ത്രീയ സ്കൂളിലേക്കാണ്. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വരുന്നില്ലേ? 3-4 പേര് ഞങ്ങൾക്ക് പോകാനും വരാനുള്ള ലിഫ്റ്റ് വരെ ഓഫർ ചെയ്തു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ലേറ്റായിരുന്നു. വളരെ വിഷമത്തോടെ അവരുടെ ഓഫർ നിരസിച്ചു. ശാസ്ത്രി പാർക്ക് നമ്മൾ നേരെ പോയത് ചോർസു ബസാറിലേക്കാണ്. ഏറ്റവും അധികം ബ്രെഡ് വിൽക്കുന്ന ഷോപ്പിലേക്ക്. വാണ്ടറിങ് ഫുഡിയും ബെസ്റ്റ് എവർ ഫുഡ് റിവ്യൂ ഷോ ഒക്കെ ഫീച്ചർ ചെയ്തിട്ടുള്ള ആ ബേക്കറിയിലേക്ക്. വാക്കിംഗ് ടൂർ നടന്ന സമയത്ത് ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു. പക്ഷെ അന്നേരം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തീരുമാനിച്ചു ഇതെന്തായാലും കാണണം. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ഒന്നുകൂടെ വന്നു. ഈ ബേക്കറിയുടെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ സ്മെല്ല് സ്വാഗതം ചെയ്യും. അപ്പുറത്തെ സ്മെല്ല്. ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങളിത് ഷൂട്ട് ചെയ്തോട്ടെ. ഞങ്ങളുടെ ഷൂട്ടിങ് അവരെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുമെന്ന് അവർക്കറിയാം. എന്നാലും അവർ പറഞ്ഞു സന്തോഷത്തോടെ ഷൂട്ട് ചെയ്തോളാം, നമുക്ക് അനുവാദം തന്നു. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി മൈദയാണ്. ഈ മൈദ എന്തൊക്കെയോ സാധനമിട്ട് കുഴച്ചിട്ട് അത് കറക്റ്റ് ഒരു 340 മുതൽ 350 ഗ്രാമിൻ്റെ ഓരോ ബോൾ ഉണ്ടാക്കും. ഇതാണ് ബോളാക്കിയിട്ടുള്ള ഡൗ. ഈ ബോളാക്കിയിട്ടുള്ള ഡൗ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. എത്ര മണിക്കൂറാണെന്ന് അറിയില്ല കേട്ടോ. അതിനുശേഷം കൈ വെച്ചിങ്ങനെ പരത്തും. ഇതിൻ്റെ കൂടെ എന്തോ ഒരു ഓയിലും അവർ മിക്സ് ചെയ്യുന്നുണ്ട്. പരത്തിയതിന് ശേഷം ഒരു അച്ച് വെച്ചിട്ട് ഇതിന് നടുവിൽ അടിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുറ്റും ഫ്ലഫി ആയിട്ട് വരില്ല, നടുവിൽ മാത്രം ഫ്ലഫി ആയിട്ട് വരും. ഇത് നേരെ തിരിച്ചിട്ട് നടുവിൽ കുറച്ച് ഹാർഡായിട്ട് ചുറ്റും ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഇതിൻ്റെ മേലെ ഗ്രീസ് ചെയ്യുകയാണ്. എനിക്കൊരു പാല് പോലത്തെ ഒരു സാധനമാണ് കണ്ടത് ഇവിടെ.
പാലോ വെണ്ണയോ ബട്ടറോ എന്താ അറിയില്ല, അത് വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ സിസമി സീഡ്സ്. ഈ സിസമി സീഡ് ഓപ്ഷണലാണ്. ചില ബ്രെഡിൽ സിസമി സീഡ്സ് ഇട്ടിട്ടുണ്ട്, ചിലതിലില്ല. അതല്ലാതെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും ഈ സിസമി സീഡിന് പകരം ഇടുന്നത്. ഈ സിസമി സീഡ് ഇട്ടതിന് ശേഷം ഇത് നേരെ തന്തൂറിലേക്ക് പോവാണ്. ഒരു വലിയ തന്തൂർ. ഈ ഒരൊറ്റ തന്തൂർ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 250-300 ബ്രെഡൊക്കെ ഒറ്റേ സമയത്ത് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ 3-4 തന്തൂർ അവിടെ ഉണ്ട്. ബ്രെഡ് കറക്റ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് എടുക്കുകയായി. യെസ്, ഇതാണ് ആ ഫ്രഷ് ബ്രെഡ് ചൂടോടെ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഞങ്ങളൊന്ന് വാങ്ങി അവിടെ നിന്ന് കഴിച്ചു. സംഭവം സെയിം തന്നെ, പക്ഷേ പബ്ലിക് കിച്ചണാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ അടുത്ത പ്ലാന് പിലാഫ് കഴിക്കുകയാണ്. താഷ്കണ്ടിൽ ഏറ്റവും ബെസ്റ്റ് പിലാഫ് കിട്ടുന്ന സ്ഥലമാണ് ബേഷ് കുസും, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ ഉദ്ദേശം ജസ്റ്റ് പിലാഫ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇത് കുറച്ചും കൂടി നല്ല പ്രീമിയം ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പഴയ ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ പഴയ ബ്രാഞ്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് ഈ പഴയ ബ്രാഞ്ചിലേക്കാണ് വരേണ്ടത്, പിലാഫ് അവിടെ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പറയണം. ബേഷ് കുസിയും TV ടവറിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചിലേക്കാണ് പോകേണ്ടത്. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ കാണണമെങ്കിൽ നിങ്ങൾ നേരത്തെ എത്തണം. മാത്രമല്ല നിങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഈ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, ഇതൊന്നും ഒരു ഓർഡറിലുള്ള പ്രിപ്പറേഷൻസ് അല്ല. ഈ വിഷ്വൽസ് എല്ലാം അവിടെയുള്ള ഓരോ കിണറുകളുടെയും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്ഥലത്തുള്ള പല ആക്ടിവിറ്റീസുമാണ്. ശരിക്കും ഞങ്ങൾ ആഗ്രഹം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. വി വെർ ഇൻ എ ഹറി ആൻഡ് വി ഹാവ് എ ട്രെയിൻ ടു ക്യാച്ച് അറ്റ് 4 o'clock. ഈ പബ്ലിക് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. ഈ കിച്ചണും ഈ ഡൈനിങ് ഏരിയയും തമ്മിൽ അജഗജാന്തരമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ ഡൈനിങ് ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പ്രീമിയം ആയിട്ടുള്ള ഡൈനിങ് ആണ്. ഏകദേശം 2 നിലയിലുള്ള ബ്യൂട്ടിഫുൾ ഡൈനിങ് ഏരിയ. ആസ് യൂഷ്വൽ ഞങ്ങളൊരു ഉസ്ബക്ക് ടീ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുന്ന് എന്താണ് കഴിക്കേണ്ടതല്ലേ? ഓഫ് കോഴ്സ് പിലാഫ്. ഞങ്ങൾ ഒരു ചിക്കൻ പിലാഫ് ഓർഡർ ചെയ്തു. നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മിക്സ്ഡ് പിലാഫ് ഓർഡർ ചെയ്യണം. അതിൽ ചിക്കൻ ഉണ്ട്, മീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹോസിൻ്റെ ഇറച്ചിയുണ്ട്, കുതിരയുടെ ദാവ്, അത് അവിടുത്തെ വലിയൊരു ഡെലിക്കസിയാണ്. കാട മുട്ടയുണ്ട്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ബെറ്റർ നോട്ട് ഗോ ദെയർ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനവും അവിടെ ഇല്ല. നമ്മളെ പണ്ട് അരിച്ചട്നി ആക്കല്ലേ, നമുക്കറിയാം അരിച്ചട്നി. ഈ പിലാഫ് കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു കസ്റ്റമാണെന്ന് തോന്നുന്നു.
എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഒരു ഫോട്ടോ എടുത്തു. ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഉണ്ട്. മേലെ ഫുള്ള് മുന്തിരി വള്ളികളൊക്കെ ഉള്ളൊരു ഔട്ട്ഡോർ ഏരിയ. അകത്തുള്ള ഡൈനിങ് ഏരിയ ഫുള്ളായതുകൊണ്ടാണോ എന്നറിയില്ല, പുറത്തിലത്തെ ഡൈനിങ് ഏരിയയും ഫുള്ളായിരുന്നു. ഇനി ഞങ്ങൾക്ക് അധികം സമയമില്ല, വേഗം ഹോട്ടലിൽ പോകണം, പാക്ക് ചെയ്യണം, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, ട്രെയിനിൽ കീവയിലേക്ക് പോകാൻ. तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम.